നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 19, 2025 വെള്ളി. അങ്ങനെ ഈ ആഴ്ചയിൽ ആദ്യമായി ഇന്ന് നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. അവസാനമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായത്. മാത്രമല്ല ഇന്ന് എല്ലാ സെക്ടേഴ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. മാത്രവുമല്ല ഇന്ന് നിഫ്റ്റിക്ക് രാവിലെ 11:45 25,880 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. എങ്കിലും ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:25 25,993 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കുവാനുമായില്ല. എങ്കിലും 150 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,966 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 447 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 156 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1973 കമ്പനികൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം 855 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായുള്ളൂ. ശ്രീറാം ഫൈനാൻസ്, മാക്സ് ഹെൽത്ത് കെയർ, ഭാരത് ഇലക്ട്രോണിക്സ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ HCL ടെക്നോളജീസ്, അദാനി എന്റർപ്രൈസസ്, ഹിൻഡാൽകോ, JSW സ്റ്റീൽ, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഓട്ടോ, ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റി, ടെലികോം, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടവും കൈവരിക്കുവാനായി ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്കും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ സാധിച്ചു. തൽഫലമായി തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനായിട്ട് നഷ്ടം നേരിട്ടുകൊണ്ടിരുന്ന ബോർഡർ മാർക്കറ്റ്സിൽ ഇന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി തുടർച്ചയായി ഇന്ന് 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ തിരിച്ചു വരുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. ഇന്നലത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 60 പൈസയുടെ നേട്ടത്തോടുകൂടി 89.65 എന്ന ലെവലിൽ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വ്യാപാരവും അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു US നിന്നും ഇന്നലെ നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് US ഇൻഫ്ലേഷൻ കുറഞ്ഞ തോതിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. സ്വാഭാവികമായിട്ടും US ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ആകുമ്പോൾ അത് ഫെഡ് റേറ്റിന്റെ കട്ടിലുള്ള സാധ്യതകൾക്ക് പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും സ്വാഭാവികമായി തന്നെ. തൽഫലമായി ഇതിന്റെ ഒരു പ്രതിഫലനം ഇന്നലെ US മാർക്കറ്റിലും പ്രതിഫലിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നലെ US നിന്നും വന്ന കൂളായിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുക തന്നെ ഉണ്ടായത്. മാത്രവുമല്ല US ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്ക് ഗുണകരമാകുന്നത് കൊണ്ട് തന്നെ US കൂൾ ഓഫ് ആയിട്ട് വന്ന ഇൻഫ്ലേഷൻ ഡാറ്റ നമ്മുടെ മാർക്കറ്റിനെയും വൻതോതിൽ തന്നെ ഇന്ന് സ്വാധീനിച്ചു. തുടർച്ചയായി ഇന്ന് 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ തിരിച്ചുവരവ് നടത്തുവാനായി മാത്രമല്ല ഈ 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഏകദേശം 2 രൂപയ്ക്ക് അടുത്ത് നേട്ടവും ഇന്ത്യൻ രൂപയ്ക്ക് കൈവരിക്കുവാൻ സാധിച്ചു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന തുടർച്ചയായ നേട്ടം ഇന്ന് ഇക്വിറ്റി മാർക്കറ്റിനെയും ബൂസ്റ്റ് ചെയ്യുവാൻ സഹായിക്കുകയുണ്ടായി. ഇന്ത്യൻ രൂപയുടെ കരുത്താർജിക്കൽ ഇന്നും തുടർന്നത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. തുടർച്ചയായി ഇന്നലെ 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും മിനിങ്ങാമത്തെ അത്രയും തുകയ്ക്ക് ബൈ ചെയ്തില്ലെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബൈയിങ് തുടരുകയാണ് ഉണ്ടായത്. ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം കൂടാതെ ഈ മാസത്തെ ആദ്യ ബൈയിങ് മിനിങ്ങാന്ന് മുതൽ ഉടലെടുത്തത് ഇന്നലെയും തുടർന്നതും നമ്മുടെ മാർക്കറ്റിന്റെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും കാരണമാക്കി. കുറച്ചധികം നാളായി AI സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ഓവർ വാല്യുവേഷൻസിലുള്ള ആശങ്കകൾക്ക് പുറമെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ഒറാക്കിളിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് മാർക്കറ്റിനെ നിക്ഷേപകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് വരികയുമുണ്ടായി. അത് AI സ്റ്റോക്കുകളുടെ മുകളിൽ വീണ്ടും പ്രഷർ വർദ്ധിപ്പിക്കുവാനും കാരണമായി. ഇതിനെ തുടർന്ന് ഒരാഴ്ചയിലേറെ കാലമായി ഗ്ലോബൽ മാർക്കറ്റിലാകമാനം
ടെക് സ്റ്റോക്കുകളിൽ പ്രഷറും അനുഭവപ്പെടുകയുണ്ടായിരുന്നു. എന്നാൽ യുഎസിൽ നിന്നും വന്ന ഹെവി വെയ്റ്റ് സ്റ്റോക്കായ അസഞ്ചറിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് മാർക്കറ്റിനെയും നിക്ഷേപകരെയൊക്കെ സർപ്രൈസ് ആക്കുക തന്നെയുണ്ടായി. അനലിസ്റ്റുകളുടെ ഫോർകാസ്റ്റ് പ്രകാരം അസഞ്ചറിന്റെ റവന്യൂ $18.52 ബില്യൺ ആയിരുന്നു പ്രതീക്ഷിച്ചതെങ്കിൽ $18.74 ബില്യൺ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുമുണ്ടായത്. ഇത് വീണ്ടും AI സ്റ്റോക്കുകളുടെ മുകളിലുള്ള പ്രതീക്ഷ മാർക്കറ്റിലും നിക്ഷേപകരിലും തിരിച്ചു കൊണ്ടുവരുവാൻ അസഞ്ചറിന്റെ റിസൾട്ട് പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. തൽഫലമായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി ഐടിക്ക് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല എസ്പെഷ്യലി ഇന്ത്യൻ IT ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ഇൻഫോസിസ്, TCS, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇതിന്റെ നേട്ടവും ഇന്ന് കൈവരിക്കുവാൻ സാധിച്ചു. യുഎസിൽ നിന്നും US ബയോസെക്യൂർ ആക്ട് പാസാക്കുകയുണ്ട്. എന്താണ് ബയോസെക്യൂർ ആക്ട് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ചൈന പോലുള്ള എതിരാളികളുമായി ബന്ധമുള്ള ചില വിദേശ ബയോടെക്നോളജി സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഫെഡറൽ കരാറുകളും ധനസഹായവും നിയന്ത്രിക്കുന്നതിലൂടെ US ദേശീയ സുരക്ഷ സംരക്ഷിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ദ്വികക്ഷി നിയമനിർമ്മാണമാണ് US ബയോസെക്യൂർ ആക്ടിലൂടെ പാസാക്കുകയുണ്ടായത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ആക്ട് ചൈനയെ മോശമായി ബാധിക്കുമെങ്കിലും ഇന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനും കാരണമായി. പല ഫാർമ സ്റ്റോക്കുകൾക്കും ഇന്ന് 5% വരെ നേട്ടവും കൈവരിക്കുവാനായി. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യ വിക്സ് 10 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നെങ്കിൽ കൂടിയിട്ടും ക്ലോസിംഗ് ബേസിസിൽ 1.96% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കൂൾ ഓഫ് ആവുകയുണ്ടായി. തൽഫലമായി 9.52 എന്ന ലെവലിൽ ക്ലോസിംഗും രേഖപ്പെടുത്തുവാൻ സാധിക്കുകയുണ്ടായി. ഇന്നും ഇന്ത്യ വിക്സിൽ തുടർന്ന ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഈ പറഞ്ഞ ഘടകങ്ങളുടെയൊക്കെ സഹായത്താലാണ് ഇത് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US ഡോ ജോൺസ് ഫ്യൂച്ചർ 144 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോഴും പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. സിംഗപ്പൂർ, തായ്ലൻഡ് മാർക്കറ്റുകൾ ഒഴികെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ മറ്റെല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു യുഎസിന്റെ ഭാഗത്ത് നിന്നും വെനസ്വേലിയൻ എണ്ണക്കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഇതിനെ മറികടക്കുവാൻ വേണ്ടി ഇന്ന് ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തു നിന്നും ആ ഉപരോധത്തെ തങ്ങൾ തടയുമെന്നും വെനസ്വേലിയൻ കപ്പലുകളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ നടപടികൾക്കെതിരെ ചൈനയും റഷ്യയും സംയുക്തമായി തന്നെ നേരിടുമെന്നുള്ള പ്രസ്താവന വന്നതിനെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ സപ്ലൈയിൽ വിഘാതം വരുമെന്നുള്ള ആശങ്കകൾക്കൊക്കെ വിരാമം വന്നതിന്റെ ഫലമായിട്ട് ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നിലവിൽ ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 0.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് $59.53 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വിലയിലും 0.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് $55.75 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിലും നേരെ ഇടിവ് ദൃശ്യമാണ്. $4368.68 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടരുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വോഡഫോൺ ഐഡിയ കമ്പനി തങ്ങളുടെ അനുബന്ധ സ്ഥാപനം നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ പുറത്തിറക്കുന്നതിലൂടെ 3,300 കോടി രൂപ സമാഹരിച്ചതായി പ്രഖ്യാപിച്ചു. തൽഫലമായി ഇന്ന് 4% ഉയർച്ചയും ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെട്ടു. BLS ഇന്റർനാഷണൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു പുതിയ ടെൻഡറുകളിൽ നിന്നും കമ്പനിയെ ഗവൺമെന്റ് വിലക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ ഈ ഉത്തരവ് റദ്ദാക്കുകയുണ്ടായി. ശ്രീറാം ഫൈനാൻസ് ഇക്വിറ്റി ഷെയറുകളുടെ മുൻഗണനാ അലോട്ട്മെന്റ് വഴി 39,600 കോടി രൂപയ്ക്ക് അഥവാ $4.4 ബില്യൺ NBFCയുടെ 20% വരുന്ന ഓഹരികൾ ഏറ്റെടുക്കുമെന്ന് ജപ്പാനിലെ MUFG അറിയിക്കുകയുണ്ടായി. എക്സിം റൂട്ടേഴ്സ് ഇന്ന് സ്റ്റോക്ക് SME പ്ലാറ്റ്ഫോമിൽ IPO പ്രൈസിൽ നിന്നും 25% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. പിരമൽ ഫൈനാൻസ് ശ്രീറാം ലൈഫ് ഇൻഷുറൻസിന്റെ 14.72% വരുന്ന ഓഹരികൾ 600 കോടി രൂപയ്ക്ക് കമ്പനി വിൽക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ICIC Prudential AMC ഇന്ന് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. IPO പ്രൈസിൽ നിന്നും 20% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി. അദ്വൈത് എനർജി ട്രാൻസിഷൻസ് 99.9 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.